മാസങ്ങളായി സംഘർഷം നടക്കുന്ന കിഴക്കൻ യുക്രൈനിലേക്ക് രണ്ടാഴ്ച മുമ്പാണ് വാഹനങ്ങൾ തിരിച്ചത്. യുക്രൈനിൽ സൈനിക നീക്കം നടത്തുന്നതിന്റെ ഭാഗമായാണ് റഷ്യ ഇത്തരമൊരു പദ്ധതി നടത്തിയതെന്നും വാഹനവ്യൂഹത്തെ അതിർത്തിയിൽ തടയുമെന്നും യുക്രൈൻ പ്രഖ്യാപിച്ചു. റഷ്യയിൽ നിന്ന് പുറപ്പെട്ട 400 വാഹനങ്ങളിൽ 90 എണ്ണം അതിർത്തി കടന്ന് കിഴക്കൻ യുക്രൈനിലെത്തി. അതേസമയം വാഹനങ്ങൾ അയച്ചത് സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണെന്നും യുക്രൈന്റെ ആരോപണം ശരിയല്ലെന്നും റഷ്യൻ അംബാസിഡർ വൈറ്റലി ചെർക്കിൻ പറഞ്ഞു. But I don't know what the exact arrangement is. We immediately went into very detailed discussions with the ICRC. Those were professionals. റഷ്യയുടെ നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവും അധിനിവേശവുമാണെന്ന് യുക്രൈൻ ആരോപിച്ചു. റഷ്യൻ അനുകൂല വിമതരുടെ നിയന്ത്രണത്തിലുള്ള ഡൊണറ്റ്സ്കിലെ സംഘർഷബാധിത പ്രദേശങ്ങൾ ലക്ഷ്യമിട്ടാണ് വാഹനവ്യൂഹങ്ങൾ നീങ്ങുന്നതെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. റഷ്യൻ അനുകൂല സൈന്യം പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ യുക്രൈൻ സൈന്യം ദിവസങ്ങളായി ഏറ്റുമുട്ടലിലാണ്. യുക്രൈന്റെ പരമാധികാരത്തിലേക്കുള്ള റഷ്യയുടെ കടന്നുകയറ്റമാണിതെന്നും എത്രയും പെട്ടെന്ന് വാഹനങ്ങൾ പിൻവലിക്കണമെന്നും US ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.